നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത കാലത്തായി ക്യാൻസർ രോഗ ചികിത്സയിൽ നവമാധ്യമങ്ങളിൽ പ്രചരിച്ചു വന്ന ഒരു സസ്യമായ മുള്ളാത്തയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അന്നോണേസി ഫാമിലിയിൽപ്പെടുന്ന ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം അന്നോണ മുരിക്കേറ്റ എന്നതാണ്. സംസ്കൃതത്തിൽ ഇതിനെ ലക്ഷ്മണഫലം എന്നാണ് പറയുന്നത്. മുള്ളാത്ത, മുള്ളൻചക്ക, ബ്ലാത്ത, ലക്ഷ്മണപഴം എന്നീ പേരുകളിലെല്ലാം ഇത് അറിയപ്പെടുന്നു. പ്രധാനമായും ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വളരുന്ന ഒരു നിത്യഹരിത സസ്യമാണിത്. ഏകദേശം 5 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഒരു സസ്യമാണിത്. ഇതിൻ്റെ തടിക്ക് കറുപ്പു കലർന്ന നിറമാണുള്ളത്. ഇതിൻ്റെ ഇലകൾ മിനുസമുള്ളതും അഗ്രഭാഗം കൂർത്തതുമാണ്. വലുപ്പമുള്ളതും സുഗന്ധപൂരിതവുമായ പൂക്കളാണ് ഇവയ്ക്കുള്ളത്. ഇതിന് 4-5 ഇതളുകൾ ഉണ്ടാകാം. കായ്കൾ കടും പച്ച നിറമുള്ളതും മുള്ളുകളാൽ ആവരണം ചെയ്യപ്പെട്ടതുമാണ്. ഇത് പാകമാകുമ്പോൾ മഞ്ഞ നിറമായി മാറുന്നു. ഇതിൻ്റെ ഉള്ളിൽ അനേകം കറുപ്പ് നിറത്തിലുള്ള വിത്തുകളും അടങ്ങിയിട്ടുണ്ട്. ഭക്ഷ്യയോഗ്യമായ ഇതിൻ്റെ ഫലം പ്രധാനമായും കറികൾ ഉണ്ടാക്കുന്നതിനാണ് ഉപയോഗിക്കാറുള്ളത്. മധുരവും പുളിയും കലർന്ന ഇതിൻ്റെ ഫലത്തിൽ ധാരാളം പോഷകാംശങ്ങളും അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ സി, B1, B2 തുടങ്ങിയ ഘടകങ്ങളും നാരുകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇല, വേര്, ഫലം, വിത്ത്, തൊലി തുടങ്ങിയവയെല്ലാം തന്നെ ഇതിൻ്റെ ഔഷധയോഗ്യമായ ഭാഗങ്ങളാണ്. അർബുദ രോഗത്തിന് മുള്ളാത്തയിൽ അടങ്ങിയിട്ടുള്ള അസറ്റോജിനിൻസ് എന്ന ഘടകം ഫലപ്രദമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഇലയും തടിയുമാണ് പ്രധാനമായും അർബുദ കോശങ്ങളെ നശിപ്പിക്കുന്നത്. അണുനാശക ശക്തിയുള്ളതിനാൽ ഇതിൻ്റെ ഇലകൾ പേൻ, മൂട്ട തുടങ്ങിയവയെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. ഇതിൻ്റെ കൂടുതൽ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. മുള്ളാത്ത അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉപയോഗം, അത് ഈ താരനുള്ള കുട്ടികൾക്ക് ഈ മുള്ളാത്ത സമൂലം താളിയാക്കിയിട്ട് തലയിൽ തേച്ച് പിടിപ്പിച്ചൊരു 10 മിനിറ്റ് ദിവസേന കുളിക്കുക. ഒരു 7 ദിവസം നമ്മൾക്ക് ആ പേനൊക്കെ ചത്തിട്ട് പൊക്കോളും. പിന്നെ ഈ മൂട്ടയ്ക്ക് ഇതൊരു പ്രതിവിഷമാണ്. ഇത് കഷായം വെച്ചാൽ അതിൽ നമ്മൾ ഈ മൂട്ടയ്ക്ക് അടിക്കുന്ന ആ മെഷീനിൽ വെച്ചിട്ട് ഇങ്ങനെ അടിച്ച് കഴിഞ്ഞാൽ അത് ദിവസം രാവിലെ വന്നിട്ട് അടിക്കാം. അങ്ങനെയാണെങ്കിൽ മൂട്ട മുഴുവൻ നശിച്ചു പോകും. പിന്നെ ഇത് ഒരു ന്യൂട്രീഷ്യസ് ആണ്, കാരണം ഈ ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളം ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ അർബുദ രോഗികൾക്ക് അത് വന്നതിന് ശേഷവും വരാതിരിക്കാനും ഇത് ദിവസേന കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. പിന്നെ ഇതിൽ ഈ ഫൈബർ കണ്ടൻറ്റ്, നാരുകൾ ധാരാളം ഉള്ളത്. അതുകൊണ്ട് ഈ കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആൾക്കാർക്ക്, ഈ വയറ് ശോധന കുറവായ ആൾക്കാർക്ക് രാത്രി ഒരു 5-6 ദിവസേന കഴിച്ചു കഴിഞ്ഞാൽ ശോധന ഉണ്ടാവും.